അതിപ്രധാനമായ ഒരു വേദഭാഗം, പ്രത്യേകാൽ അധികം പേര് ശ്രദ്ധിക്കാത്തൊരു വേദഭാഗമാണ് നമ്മൾ പരിശോധിക്കാൻ ആരംഭിച്ചത്. അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് അല്പശ്രദ്ധയോടുകൂടി ഇരുന്നാൽ വളരെ ഈ കാലത്തുള്ള ബന്ധത്തിൽ അതിപ്രധാനമായ സംഭവ വികാസങ്ങളുടെ ചുരുളുകൾ അഴിഞ്ഞ് നമുക്ക് കിട്ടുകയാണ്. നമ്മൾ ഓർത്തു, 2600 വർഷം മുമ്പ് ബാബേലിൽ ഏതാണ്ട് 25 വയസ്സുള്ളപ്പോൾ എസെക്കിയേൽ പ്രവാസത്തിൽ പോയി. എസെക്കിയേൽ പ്രവാസത്തിൽ പോകുമ്പോൾ ഒരു പ്രവാചകനല്ല. ബാബേലിലെ യൂഫ്രട്ടസ് നദിയുടെ ഒരു ശാഖയാണ് കേബാർ നദി. ആ കേബാർ നദിയുടെ തീരത്ത് താൻ വീട് വെച്ച് ഭാര്യയുമായിട്ട് താമസിക്കുകയാണ്. 5 വർഷം കഴിഞ്ഞിട്ടാണ് തന്നെ ഒരു പ്രവാചകനായിട്ട് ദൈവം വിളിക്കുന്നത്. 5 വർഷം ബാബേലിൽ കഴിഞ്ഞ ശേഷമാണ് തൻ്റെ ഭാര്യയെ ഒറ്റയടിക്ക് ദൈവം എടുത്തു കളഞ്ഞു. നിന്റെ കണ്ണിന് ഇമ്പമായവൾ എന്ന വാക്ക് ദൈവം ഉപയോഗിക്കുന്നുണ്ട് ഭാര്യയെക്കുറിച്ച്. ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മന്ദിരമായ യെരുശലേം ദേവാലയം ഇതുപോലെ പെട്ടെന്ന് നശിപ്പിക്കപ്പെടും എന്നുള്ളത് ദൈവം ഈ വലിയ പ്രവൃത്തിയിലൂടെ പ്രവാചകന് മനസ്സിലാക്കി കൊടുക്കുകയും നീ അതുപോലെ പ്രവചിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ താന് ഏതാണ്ട് 30 വയസ്സിൽ ആരംഭിച്ച പ്രവചന ശുശ്രൂഷ 22 വർഷങ്ങൾ നീണ്ടു നിന്നു. അന്ന് പ്രവാസത്തിൽ കിടന്നുകൊണ്ടാണ് യെരുശലേം തകരുമെന്നും ദേവാലയം തകർക്കപ്പെടുമെന്നും താന് വെളിപ്പെടുത്തുന്നു. താൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു. ഏതാണ്ട് ഇത്രയും മനസ്സിലായി നമ്മൾ ആ എസെക്കിയേൽ പ്രവചനം ഒന്ന് പരിശോധിച്ചാൽ ആദ്യത്തെ 24 അധ്യായം ഇസ്രയേലിന്റെ വീഴ്ച അല്ലെങ്കിൽ ഫോൾ ഓഫ് ഇസ്രയേലിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് 25 തൊട്ട് 32 വരെയുള്ള അധ്യായങ്ങൾ 7 ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നത് പറയുകയാണ്. നമ്മുടെ വിഷയം ആരംഭിക്കുന്നത് 33-ാം അധ്യായത്തിലാണ്. 33 തൊട്ട് 39 വരെയുള്ള അധ്യായങ്ങൾ അവിടെയാണ് കാലാന്ത്യത്തിനുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നതിൻ്റെ കാരണം സാധാരണ ശ്രദ്ധിക്കാത്തൊരു വേദഭാഗം ആയതുകൊണ്ടാണത് പറയുന്നത്. എസെക്കിയേൽ 33 തൊട്ട് 39 വരെയുള്ള അധ്യായങ്ങളാണ് അന്ത്യകാല സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ മശീഹയുടെ മടങ്ങി വരവിനുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന യഹൂദനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ. നമ്മെ സംബന്ധിച്ച് നാം അതാണ് വിലയിരുത്തി പഠിക്കുന്നത്. 40-ാം അധ്യായത്തിൽ വരുമ്പോൾ മശീഹ മടങ്ങി വന്ന് യഹൂദന് ഒരു ദേവാലയം വീണ്ടും പണിയുന്നു. ഈ പീഡന കാലഘട്ടത്തിൽ പണിയുന്ന ദേവാലയമല്ല, അത് പൊളിയപ്പെടുമോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സഹസ്രാബ്ദ ദേവാലയം, മില്ലിനിയൽ ടെമ്പിൾ എന്ന് പറയുന്നത് 40-ാം അധ്യായം തുടങ്ങി പറയുന്നു. അതിൻ്റെ അവസാനം ഏതാണ്ട് 48-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ 12 ഗോത്രങ്ങൾക്ക് യെരുശലേമിന്റെ ഭൂമി ഭാഗിച്ചു കൊടുക്കുന്നതും വെളിപ്പെടുത്തുന്നു. അപ്പൊ 40-ാം അധ്യായം തുടങ്ങി ക്രിസ്തു മടങ്ങി വരുന്നതാണ്. എന്നാൽ അതിനു മുമ്പുള്ള 33 തൊട്ട് 39 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അത് അന്ത്യകാല സംഭവമാണ്, മശീഹയുടെ വരവിന് മുമ്പ് സംഭവിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ ആ ഭാഗമാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 35-ഉം 36-ഉം അധ്യായമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഞാൻ പ്രവചനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോൾ, പഠിക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ, വീണ്ടും വീണ്ടും ഞാൻ ആ വചനം വായിക്കുമ്പോൾ എനിക്ക് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ കൺവിൻസ്ഡ് ആയി വരികയാണ്. ഈ 35-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങി 36-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വരെ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. എസെക്കിയേൽ പ്രവചനം 35-ന്റെ 1 തൊട്ട് 36-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഏതാണ്ട് മധ്യഭാഗം വരെ അവിടെ പറയുന്ന വിഷയം വെസ്റ്റ് ബാങ്കാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇസ്രയേലിന്റെ ഹൃദയഭാഗമായ ജൂഡിയ ശമരിയ പ്രദേശമാണ്. വെസ്റ്റ് ബാങ്ക് എന്നുള്ള പേര് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗം കിടക്കുന്ന വെസ്റ്റ് പാർട്ടിലുള്ളതാണ് ഈ ഭാഗം. അത് ഇന്നത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതുപോലെ കോളിളക്കം സംഭവിച്ചതും
ഒരു രാഷ്ട്രീയ ചിന്തകരോട് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉക്രൈൻ റഷ്യൻ യുദ്ധമാണെന്ന് പറയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ചൈനയോ ഇന്ത്യയും പാകിസ്ഥാനോ ഇതൊന്നും പറയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം ഈ പറയുന്ന ഇസ്രയേൽ പലസ്തീനിയൻ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിന്റെ ഇഷ്യൂ ആണ്. ഇന്ന് ഊരിത്തിരിഞ്ഞു വന്നിരിക്കുന്ന ആശയം 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ 2 രാഷ്ട്രങ്ങളായി തീരണം. ഒന്ന് ഇസ്രയേൽ രാഷ്ട്രം, മറ്റൊന്ന് പലസ്തീൻ രാഷ്ട്രം. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെങ്കിൽ വെസ്റ്റ് ബാങ്കിന്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം, പിന്നീട് ഗാസയും വിട്ടുകൊടുക്കണം. ഈ വെസ്റ്റ് ബാങ്കും ഗാസയും കൂടെ ചേർത്താണ് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ ലോകം മുന്നോട്ട് വെക്കുന്ന പ്രപ്പോസൽ. എന്നാൽ നമ്മൾ ഓർക്കണം, ആ 2 പ്രശ്നങ്ങളാണ് പ്രധാനമായി. ഒന്ന്, പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുമ്പോൾ 2 സ്റ്റേറ്റാണ്. പലസ്തീൻ രാജ്യം ഇസ്രയേലിനെ അംഗീകരിക്കണം. ഇന്ന് വരെ പലസ്തീൻ ആളുകൾ അത് സമ്മതിച്ചിട്ടില്ല. പലസ്തീനിയൻസ് എന്ന് പറയുന്നവര് ഇന്ന് വരെ ഇസ്രയേലിനെ അംഗീകരിച്ചിട്ടില്ല. ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് PLO മുതലായ സംഘടനകൾ രൂപം കൊണ്ടത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം അനിഹിലേഷൻ ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യണം, ഇസ്രയേലിനെ തുടച്ചു കളയണം. അതാണ് ഈ 2 സ്റ്റേറ്റിനുള്ള പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതിന്റെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇസ്രയേലിനെ സംബന്ധിച്ച് നമുക്കറിയാം എപ്പോഴും യുദ്ധം നേരിടുന്ന ഒരു രാജ്യമാണ്. 1948 മെയ് മാസം 14 അവര് സ്വാതന്ത്ര്യം പ്രാപിച്ച് 15 യുദ്ധം ആരംഭിച്ചതാണ്. അവിടുന്ന് 48 യുദ്ധം, 56 യുദ്ധം, 67 യുദ്ധം, 73 യുദ്ധം, 82 യുദ്ധം, 2003 ഗാസയിൽ നിന്നുള്ള യുദ്ധം. ഈ യുദ്ധങ്ങൾ മാത്രമല്ല, അവർക്ക് തുടർമാനമായി ഭീകരവാദങ്ങള്, വൂൾഫ് അറ്റാക്ക് എന്ന് വേണ്ട, അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ യുദ്ധമുഖത്തിൽ അനുഭവിക്കുന്നത് ഭയങ്കരമാണ്. അങ്ങനെ ഭയാനകമായി അവരെ തുടച്ചു കളയുവാൻ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ പരിശ്രമിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു സ്ട്രാറ്റജിക് ഏരിയ ആണ് വെസ്റ്റ് ബാങ്ക്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിന് അവരുടെ രാജ്യത്തിന്റെ നടുക്കൂടെ സ്ഥലം കൊടുക്കുകയാണ്. നമ്മൾ ഭൂപടം എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ചുറ്റും കിടക്കുന്നത് ഇസ്ലാമിക് രാജ്യങ്ങളാണ്, 23 ഇസ്ലാമിക് രാജ്യങ്ങൾ. അവരുടെ രാജ്യത്തിന്റെ അകത്ത് നമ്മൾ കണ്ടു, ഇവിടെ വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാട്ടെ, ഒരു പറങ്കണ്ടി തിരിച്ച് വെച്ചാൽ എങ്ങനെയാണോ ആ ഷേപ്പാണ് ഈ വെസ്റ്റ് ബാങ്ക്. യെസ്, ആ കാണിക്കുന്ന പ്രദേശം. ഇത് അതിനെന്ന് പറഞ്ഞാൽ ജോർദാൻ നദിയാണ്. ആ ജോർദാൻ നദി ഒഴുകി വന്ന് ചാവുകടൽ വീഴുന്നു. ഇപ്പം കാണിച്ചിരിക്കുന്നത് ചാവുകടലാണ്. ചാവുകടൽ, ഡെഡ് സീയിൽ വന്ന് വീഴുകയാണ്. അത് ഗലീല കടലിൽ വന്ന് വീണിട്ട് അവിടുന്ന് താഴോട്ടൊഴുകി ഡെഡ് സീയിൽ വന്ന് വീഴുകയാണ്. ആ ജോർദാൻ നദിയാണ് ഈ ഈസ്റ്റും വെസ്റ്റുമായിട്ട് തിരിച്ചിരിക്കുന്നത്. ഈ ജോർദാൻ നദിയുടെ മറുഭാഗത്ത്, അതായത് ജോർദാൻ നദിയുടെ ഈസ്റ്റ് പാർട്ടാണ് ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തിന് കൊടുത്തത്. എന്നാൽ വെസ്റ്റ് പാർട്ടാണ് ജോർദാന്റെ വെസ്റ്റ്, അതായത് പടിഞ്ഞാറ് ഭാഗമാണ് വെസ്റ്റ് ബാങ്ക്. അത് നമ്മൾ ഓർക്കണം. നമ്മൾ വളരെ വ്യക്തമായി തിരുവചനത്തിലൂടെ പരിശോധിച്ച് നോക്കി ഇസ്രയേൽ പർവ്വതങ്ങൾ ദൈവം 18 പ്രാവശ്യം ഈ എസെക്കിയേൽ പ്രവാചകൻ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20 പ്രാവശ്യം എടുക്കാം. 20 പ്രാവശ്യം ഇസ്രയേൽ പർവ്വതങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ ഊന്നി പറയട്ടെ, ബൈബിളിൽ വേറെ ഒരു ഭാഗത്തും ഈ പ്രയോഗമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ബൈബിളിൽ വേറെ ഒരിടത്തും ഈ പ്രയോഗമില്ല. ഈ പ്രയോഗമില്ലാതെ എസെക്കിയേലിൽ മാത്രം കാണുന്ന പ്രയോഗമാണ് ഇസ്രയേൽ പർവ്വതങ്ങൾ. പ്രവചനം പറയുന്നത് ഇസ്രയേൽ പർവ്വതങ്ങളോട്. അത് ഇസ്രയേൽ പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു, ദാൻ മുതൽ ബർശബ വരെയുള്ള ഇടമാണ് ഇസ്രയേലിൽ ജനങ്ങൾ പാർത്തിരുന്ന പുരാതന കാലഘട്ടം. പഴയ നിയമം ഒക്കെ അങ്ങനെയാണ്. താഴോട്ട്, ബർശബയുടെ താഴോട്ട് ജനങ്ങളില്ല.
അത് നെഗവ് മരുഭൂമിയാണ്, അവിടെ താമസിക്കാനൊക്കില്ല. അപ്പോൾ ബൈബിളിൽ ദാൻ മുതൽ ബർശബ വരെയുള്ള ഇസ്രയേൽ ഒക്കെ കൂടി വന്നു. ഈ ദാൻ മുതൽ ബർശബ വരെയുള്ള ഇടമെടുക്കുമ്പോൾ ഈ അവിടെയുള്ള പർവ്വത നിരകൾ എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്കാണ്. പിന്നീട് വളരെ വ്യക്തമായി എസെക്കിയേൽ 20:40 എസെക്കിയേൽ 20:40 നമ്മൾ കണ്ടു. അത്ര ക്ലിയർ ആണത്. 20:40 അതായത് ഇസ്രയേലിന്റെ ഉന്നത പർവ്വതങ്ങൾ, ആ പർവ്വത നിരകളിൽ കിളന്നു നിൽക്കുന്ന ഉന്നത പർവ്വതം, 2000 അടി കിളരമുള്ള പർവ്വത നിരകളാണ് യെരൂശലേമിന്റെ പർവ്വതങ്ങൾ. അവിടെയാണ് ദേവാലയം നിൽക്കുന്നത്. അവിടെ ദൈവം ഭാവിയെ കുറിച്ച് പറയുമ്പോൾ എന്റെ വിശുദ്ധ പർവ്വതം എന്നാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ, ഇസ്രയേലിന്റെ ഉന്നത പർവ്വതത്തിൽ തന്നെ ഇസ്രയേൽ ഗൃഹമൊക്കെയും ഒട്ടൊഴിയാതെ അവിടെ ദേശത്ത് എന്നെ സേവിക്കും, ഞാൻ അവരെ സ്വീകരിക്കും, അവിടെ നിങ്ങളുടെ വഴിപാടുകളും യാഗങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരും. അപ്പോൾ എസെക്കിയേൽ 20:40 തർക്കമറ്റ സംഗതിയാണ്. ഈ ഉന്നത പർവ്വത നിരകൾ എന്ന് പറയുന്നത് ഈ പർവ്വത നിരകളുടെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന യെരൂശലേമാണ്. നമ്മൾ വെസ്റ്റ് ബാങ്കിൽ ആ പടം കണ്ടപ്പോൾ ശ്രദ്ധിച്ചു, യെരൂശലേം അവിടെയാണ്. ഈ പർവ്വത നിരകളിലെ ആണ് ഈ യെരൂശലേം എന്നുള്ളത് പ്രത്യേകം മറക്കാതെ ഓർക്കണം. ഈ രണ്ട് പ്രമുഖമായ കാര്യങ്ങൾ, ഇസ്രയേൽ പർവ്വത നിരകൾ എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്കിനെ ഉദ്ദേശിച്ചാണെന്നുള്ളത് നമുക്ക് തർക്കമറ്റ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എസെക്കിയേൽ 20:40 അതിന് കൂടുതൽ തെളിവ്, ശക്തമായ തെളിവ് നമുക്ക് തരുന്നു. ദാൻ മുതൽ ബർശിബ വരെയുള്ള ഇസ്രയേലിന്റെ ആ ഭൂപ്രദേശത്തിന്റെ ഇടയിലെ മുന്തി നിൽക്കുന്ന അവരുടെ ഹൃദയഭാഗം എന്ന് പറയുന്ന ജൂഡിയ ശമരിയ ഈ പ്രദേശമാണ്. നമ്മൾ അവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് നമുക്ക് പോകാം. എസെക്കിയേൽ 35:1 തൊട്ട്, അതായത് 35-ാം അധ്യായം തുടങ്ങി 36-ാം അധ്യായത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങൾ ഈ വെസ്റ്റ് ബാങ്കിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. സോൾമാരെ, ഇവിടെ പാർക്കുന്നത്, ഇവിടുത്തെ ഇഷ്യൂ, ഇവിടുത്തെ പ്രോബ്ലം നമ്മൾ ആധുനിക ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിട്ട് തീർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇഷ്യൂ പലസ്തീനിയൻ പ്രോബ്ലമാണ്. ഈ ഏദോമിൽ വസിക്കുന്നവര് പലസ്തീനികളാണ്. ബൈബിളിൽ പറയുന്ന പലസ്തീനികളാണ്. ആരാണ് ഈ പലസ്തീനികൾ? പലസ്തീനികളാണ് ഏദോമ്യർ. ഏദോമ്യർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ഏദോമ്യർ എന്ന് പറയുന്നത് ഏശാവിന്റെ വംശമാണ്. അവര് പാർത്തത് നമ്മൾ കണ്ടു സെയീർ പർവ്വതങ്ങളിലാണ്. സെയീർ പർവ്വതം എന്ന് പറയുന്നത് ജോർഡാനിലുള്ള സ്ഥലമാണ്, യോർദാന്റെ തെക്ക് ഭാഗം. ഇന്നും അവിടെ പാർക്കുന്നത് ഇവരാണ്. അതായത് ഞാൻ ഓർപ്പിച്ചു, ജോർദാൻ എന്ന് പറയുന്ന സ്ഥലം ഞാനൊരു 42 വർഷം മുമ്പ് പോയിട്ടുണ്ട്. അല്ല, 42 വർഷമല്ല, ക്ഷമിക്കണേ, അതെ, 42 വർഷം മുമ്പ് പോയിട്ടുണ്ട്. അന്ന് അവിടെ ജനസംഖ്യ വളരെ കുറവാണ്. എന്നാൽ ഈ പെട്രയുടെ ഭാഗത്ത് കുറെ പേരുണ്ട്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, മറക്കാതെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അവിടെയുള്ള ഗൈഡും ഒക്കെ അവിടുത്തെ കഴുതപ്പുറത്തൊക്കെ വേണം അന്ന് പോകാൻ. അന്നത്തെ ഗൈഡിനോട് ഞാൻ ഇസ്രയേലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാളുടെ ചോര നേരെ തിളയ്ക്കുന്നത് എൻ്റെ കൺമുമ്പിൽ എനിക്ക് കാണാൻ കഴിയും. അത്തരം വൈരാഗ്യം ഞാൻ അവിടെ വെച്ച് നോട്ട് ചെയ്തു. 42 വർഷം മുമ്പാണ്. അതിന് ശേഷം ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. എനിക്ക് പിന്നെ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഈ കാര്യം അവരോട് മിണ്ടാറില്ല. പക്ഷെ അവര് പറയുന്ന വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവര് പറയുന്ന വാക്കുകൾ വളരെ ഗൗരവമായി നമ്മൾ എടുക്കുമ്പോൾ ഈ ഏദോമ്യർ, നമ്മൾ കണ്ടതുപോലെ സെയീർ പർവ്വതം, ഞാൻ ഓർപ്പിച്ചു, ജോർദാന്റെ പോപ്പുലേഷൻ ഈ യുദ്ധങ്ങളിലൂടെ ഈ പലസ്തീനികള് അഭയാർത്ഥികളായി കുടിയേറിയ സ്ഥലമാണ് ജോർഡാൻ. അങ്ങനെ ജോർഡാന്റെ പോപ്പുലേഷൻ മോർ ദാൻ 60%. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കാണ്. 60 തൊട്ട് എത്ര വരെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വായിച്ചത് മോർ ദാൻ 60% ഓഫ് ജോർഡാനിയൻ പോപ്പുലേഷൻ ഈസ് പലസ്തീനിയൻസ്. ദേ ക്ലെയിം ദാറ്റ് ദേ ആർ പലസ്തീനിയൻസ്. അവര് തന്നെ അവകാശപ്പെടുന്നു ഞങ്ങൾ പലസ്തീനികളാണ്. അപ്പൊ അവിടെ ഓർക്കണം, ഏതാണ്ട് 60% കൂടുതൽ ജോർഡാനിയൻസ് ആർ പലസ്തീനിയൻസ്.
അവൻ മാത്രമല്ല 1920 ഈ പ്രദേശമൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. യുണൈറ്റഡ് അന്ന് ലീഗ് ഓഫ് നേഷൻ ആണ് കൊടുത്തത്. അന്ന് ഈ ഈ ഈ ഇസ്രയേൽ കുടിയേറാനായിട്ട് ആരംഭിച്ചു. ഇസ്രയേൽ രാഷ്ട്രമൊന്നും ആയിട്ടില്ല. കുറേശ്ശെ കുടിയേറാൻ തുടങ്ങിയപ്പോൾ ആ യഹൂദന്മാരും അവിടെയുള്ള ഈ പലസ്തീനികൾ അറബികളുമായിട്ട് പ്രശ്നമായി. ആ പ്രശ്നമായപ്പോൾ ഈ പലസ്തീനികൾക്കൊരു രാജ്യം കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. അങ്ങനെ ഈ ഭാഗം ലീഗ് ഓഫ് നേഷൻ ബ്രിട്ടന്റെ കയ്യിൽ 1920 കൊടുത്തു. 1921 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ അവരുടെ കയ്യിൽ കൊടുത്ത ഈ പ്രദേശമുണ്ടല്ലോ, അതിന്റെ മാപ്പുകളൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് എനിക്ക് എടുത്ത് കാണിക്കാൻ നിവൃത്തിയില്ല. 77% കീറി മാറ്റി. ഈ ജോർദാൻ നദിയുടെ ഈസ്റ്റ് പാർട്ടിലുള്ള 77% സ്ഥലം കൊടുത്തിട്ട് ട്രാൻസ് ജോർഡൻ, ബിയോണ്ട് ജോർഡൻ, ജോർദാന്റെ മറുകരയിൽ നിന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അന്ന് ആ സ്ഥലത്തിന് പേര് കൊടുത്തത് ട്രാൻസ് ജോർഡൻ. ഈ ട്രാൻസ് ജോർഡൻ 77% കൊടുത്തുണ്ടാക്കുന്നത് പലസ്തീനികൾക്ക് വേണ്ടിയാണ്. പലസ്തീൻ ജോർഡൻ അല്ലെങ്കിൽ പലസ്തീൻ രാജ്യമാണ്. നമ്മൾ ഓർക്കണം, ബാക്കി ശേഷിക്കുന്ന 23% ഇസ്രയേലിന് രാജ്യം അപ്പോഴും കൊടുത്തിട്ടില്ല. ഈ ജോർഡൻ 1947 ഇൻഡിപെൻഡന്റ് ആയി. 47 46 47 അവരുടെ രാജ്യത്തിന്റെ പേര് ട്രാൻസ് ജോർഡാൻ എന്നുള്ള മാറ്റി ജോർഡാൻ എന്നാക്കി. ആ ജോർദാനിലാണ് നമ്മൾ ചിന്തിച്ച ഈ സെയ്ർ പർവ്വതവും അവിടെയുള്ള പോപ്പുലേഷനിൽ മോർ ദാൻ 60% പലസ്തീനിയൻസ്. ഇറാഖിൽ നിന്നൊക്കെ അഭയാർത്ഥികളായി വന്നവരവിടെയുണ്ട്. വന്നവരൊക്കെ പണക്കാരാണ്. പണമുള്ളവർ വന്ന് ഇവരെ സ്വീകരിക്കുന്നത് കൊണ്ട് അവിടെ ജനപ്പാർപ്പില്ല. ആ സ്വീകരിക്കുന്നത് കൊണ്ടും അവർക്ക് പണം വേണ്ടിയത് കൊണ്ടും ആളുകൾ വന്ന് വലിയ ധനികരൊക്കെ വീട് വെച്ച് അവിടെ പാർക്കാറുണ്ട്. ഇനി ഈ ഏഡോം എന്ന് ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നു. ഞാൻ പ്രവചനങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു പുതിയ ഭാഗം എടുക്കുന്നു. ഏഡോമിയൻസ് ആർ പലസ്തീനിയൻസ്. ഏതോമിയർ പലസ്തീനികളാണെന്ന് നമ്മൾ ചില തെളിവുകൾ ശ്രദ്ധിക്കുകയാണ്. ഞാൻ എടുത്തത് പറയുന്നില്ല. ഒന്ന്, നമ്മൾ കണ്ടു എസെക്കിയേൽ 35:5 അവരോട് പറയുന്നുണ്ട് നിത്യവൈര്യം, പെർപെച്വൽ ഹേറ്റഡ്നെസ്, ആൻഷ്യന്റ് ഹേറ്റഡ്നെസ്, പുരാതനമായൊരു വൈരാഗ്യം നീ വെച്ചുകൊണ്ടു. ആധുനിക ലോകത്തിലും നിലനിൽക്കുന്നത് ഈ പുരാതന വൈരാഗ്യം. എന്നിട്ട് വായിക്കുന്നുണ്ട്, അവരെ നീ വാളിന് ഏൽപ്പിക്കുക, അവരെ കൊന്നുകളയുക. പിന്നീട് 6-ാം വാക്യം, രക്തം നീ അവരെ, രക്തം, അത് ഇംഗ്ലീഷ് ബൈബിളിലാണ്, മലയാളം ബൈബിളിലെ ഇച്ചിരി വ്യത്യാസം. അത് രക്തം നീ വെറുത്തിരിക്കുന്നു എന്നല്ല, നീ വെറുത്തില്ല എന്നാണ്. സിൻസ് യു ഹാവ് നോട്ട് ഹേറ്റഡ് ബ്ലഡ്, അങ്ങനെ സിൻസ് യു ഹാവ് നോട്ട് ഹേറ്റഡ് ബ്ലഡ്, നീ രക്തത്തെ വെറുത്തില്ല. എന്നാൽ ഇവിടെ നീ രക്തം നീ വെറുത്തിരിക്കുന്നു എന്നാണ്. അത് തെറ്റാണ്, ആ ഭാഷാന്തരം തെറ്റാണ്. സിൻസ് യു ഹാവ് നോട്ട് ഹേറ്റഡ് ബ്ലഡ്, അവര് ചോര പിന്തുടരുകയാണ്. പെർപച്വൽ ഹേറ്റഡ്നെസ്. ഞാൻ എടുക്കുന്നില്ല. ഇസ്രയേല് 400 വർഷം പ്രവാസം കഴിഞ്ഞ് ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ വാളുകൊണ്ട് ഏശാവ് പിന്തുടരും, ഏശാവിന്റെ സന്തതി. പിന്നീട് ശൗലിന്റെ കാലം തൊട്ട് നമ്മൾ നോക്കിയാൽ അവർക്ക് യുദ്ധമുള്ളതൊക്കെ ഈ ഏദോമ്യരുമായിട്ടാണ്. ദാവീദ് 10,000 ഏദോമ്യരെ കൊല്ലുന്നുണ്ട്, ശൗല് കൊല്ലുന്നുണ്ട്. ശലോമോന്റെ കാലത്ത് ഏദോമ്യര് തനിക്കെതിരായിട്ട് എഴുന്നേറ്റു, അമസ്യയുടെ കാലത്ത് എഴുന്നേറ്റു. ആധുനിക കാലത്തില് നമ്മൾ കണ്ടു, ആധുനിക കാലത്തില് പലപ്പോഴും യുദ്ധങ്ങളായി പരിണമിക്കുന്നു. 2003 ഒക്ടോബർ 7-ാം തീയതി 1200 ഇസ്രയേലിയരെ അവർ കൊല്ലുന്നു. ഇതെല്ലാം എന്തുവാ? പുരാതന വൈരാഗ്യം, പെർപെച്വൽ ഹേറ്റഡ്നെസ്. ദൈവം അത് പറയുന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കാം. നമ്മള് 25-ാം അധ്യായം നോക്കിയേ. എസെക്കിയേൽ പ്രവചനം 25-ാം അധ്യായം. 25-ാം അധ്യായത്തില് എസെക്കിയേൽ 25:12 തൊട്ടുള്ള വാക്യം നോക്കിയേ. ഏദോമിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഒരുപാട് പ്രവചനങ്ങളുണ്ട്.
12 തൊട്ട്. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഏദോം യഹൂദ ഗൃഹത്തോടും പ്രതികാരം ചെയ്ത് പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. കണ്ടോ? അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഏദോമിന്റെ നേരെ കൈനീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ച് അതിനെ ശൂന്യമാക്കി കളയും. തേമാൻ മുതൽ ദേദാൻ വരെ അവർ വാളിനാൽ വീഴും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. അവർ എൻ്റെ കോപത്തിനും എൻ്റെ ക്രോധത്തിനും തക്കവണ്ണം ഏദോമിനോട് ചെയ്യും. അപ്പോൾ അവർ എൻ്റെ പ്രതികാരം അറിയുമെന്ന് യഹോവയെ കർത്താവിന്റെ അരുളപ്പാട്. ഈ 25-ാം അധ്യായത്തിന്റെ 12 തൊട്ട് 17 വരെയുള്ള ഭാഗങ്ങള് ഏദോമിനോട് ദൈവം പ്രതികാരം ചെയ്യുന്നൊരു കാലമുണ്ട്. ഈ പ്രതികാരം ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്നു, അപ്പോൾ അവർ എൻ്റെ പ്രതികാരം എന്ന് യഹോവ, അപ്പോൾ അവർ എൻ്റെ പ്രതികാരം അറിയുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇന്ന് വരെ ദൈവമാണ് ചെയ്യുന്നതെന്ന് അവർ അറിഞ്ഞിട്ടില്ല. ഇതറിയാൻ പോകുന്നത് മഹോപദ്രവ കാലഘട്ടത്തിലാണ്. അതിൻ്റെ 14-ാം വാക്യം ട്രിബുലേഷൻ പീരീഡിലാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. 15-ാം വാക്യം നോക്കിയേ. 15-ാം വാക്യം അത് ഞാനൊന്ന് എടുക്കുന്നതേ ഉള്ളൂ. യഹോവ കർത്താവ് ഇപ്രകാരം ഫിലിസ്ത്യർ പ്രതികാരം ചെയ്യുവാൻ പൂർവദോഷത്തോടെ നാശം പ്രവർത്തിപ്പാൻ. ആരാണ് ഈ ഫിലിസ്ത്യര്? ഫിലിസ്ത്യ ദേശം ഇന്നില്ല, ഫിലിസ്ത്യരിൽ പാർത്തവരില്ല. പക്ഷെ ആ പ്രദേശം ഏതാ? അതാണ് ഇന്നത്തെ ഗാസ. ഇന്നത്തെ ഗാസയാണ് ഈ ഫിലിസ്ത്യ ദേശം. അവരും എന്താ ചെയ്യുന്നത്? ഓൾഡ് ഹേറ്റഡ്നെസ്, പുരാതന പൂർവദോഷം, ഓൾഡ് ഹേറ്റഡ്നെസ്. ദൈവം അതിന്റെ 17-ാം വാക്യത്തിൽ ഞാൻ പ്രതികാരം അവരോട് നടത്തുമ്പോൾ ഞാൻ യഹോവ എന്ന് അവരറിയും. അണ്ടർലൈൻ ചെയ്തു. അന്ന് അവരറിയും ഇത് ദൈവം ചെയ്തതാണെന്ന് അറിയും. അത് അറിയുന്നത് മഹോപദ്രവ കാലഘട്ടത്തിലാണ്. അപ്പം ഈ പ്രതികാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം പ്രതികാരം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്, അത് മഹോപദ്രവ കാലഘട്ടത്തിലാണ്. ഇനി വേറൊരു വേദഭാഗം എടുക്കാം. യെശയ്യാപ്രവചനം 34 എടുത്ത്. യെശയ്യാപ്രവചനം 34-ാം അധ്യായം. ഈ 34-ാം അധ്യായത്തിന്റെ 5 തൊട്ടുള്ള വാക്യം നോക്കിയേ. യെശയ്യാപ്രവചനം 34-ന്റെ 5 തൊട്ട് 10 വരെയുള്ള വാക്യം. ഇതാരെ കുറിച്ചാ പറയുന്നത്? എന്റെ വാൾ സ്വർഗത്തിൽ ലഹരി പിടിച്ചിരിക്കുന്നു, അത് ഏദോമിന്മേലും, കണ്ടോ, അത് ഏദോമിന്മേലും എന്റെ ശപഥാർപ്പിതങ്ങൾ മേലും ന്യായവിധി ഇറങ്ങി വരും. ദൈവം എന്നിട്ട് പറയുകയാണ് ന്യായവിധി നടത്തുന്നത്. 6-ാം വാക്യത്തിന്റെ അവസാനം. എല്ലാം ഞാൻ വായിക്കുന്നില്ല. ബൊസ്രയിൽ ഒരു യാഗവും ഏദോം ദേശത്തൊരു മഹാസംഹാരവും ഉണ്ട്. അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളുകളും കൂടെ മൂരികളും വീഴും. അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കും, അവരുടെ നിലം കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം അവരെ സംഹരിക്കുന്ന പറയുന്നത്. ഇനി 8-ാം വാക്യം നോക്കിയേ. നമ്മുടെ വിഷയം അവിടെയാണ്. 8-ാം വാക്യം. അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിന്റെ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവുമാകുന്നു. എന്റെ സഹോദരന്മാരെ, വീണ്ടും എടുത്തു പറയുന്നു, ഏദോമിനോട് ദൈവം പ്രതികാരം ചെയ്യും. ദൈവത്തിന്റെ വാൾ അവരെ നശിപ്പിക്കും. ആ നശിപ്പിക്കുന്നത് എപ്പോഴാണ്? അത് യഹോവ പ്രതികാരം നടത്തുന്ന എൻ്റെ ദിവസവും സിയോന്റെ വ്യവഹാരത്തിന് പ്രതിഫലം കൊടുക്കുന്ന ദിവസം. അത് ദൈവപുത്രന്റെ മടങ്ങിവരവിലാണ്, മശീഹയുടെ വരവിലാണ്. നമ്മൾ ഇവിടെ എല്ലാം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഏദോം എന്ന് പറയുന്നത് അവരെ ദൈവം നിഗ്രഹിക്കുന്നതും അത് ദൈവമാണ് ചെയ്തതെന്ന് അവർ തിരിച്ചറിയുന്നത് ഈ പ്രതികാരം നടത്തുന്ന ദിവസമാണ്. അത് സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കുന്നത് മഹോപദ്രവ കാലഘട്ടത്തിലാണ്. ഇനി നമുക്ക് വേറൊരു ഭാഗം എടുക്കാം. യെരമ്യാ പ്രവചനം 49 നോക്കി. യെരമ്യാ പ്രവചനം 49-ാം അധ്യായം അതിന്റെ 7 തൊട്ടുള്ള വാക്യം നോക്കി. യെരമ്യാ പ്രവചനം 49-ന്റെ 7 തൊട്ട്. അവിടെ പ്രിയപ്പെട്ടവരെന്ന് നോക്കി 7 തൊട്ട് 22 വരെ വായിക്കണം. നമുക്കെല്ലാം വായിക്കാൻ നേരമില്ല. നിങ്ങൾ നോട്ട് ചെയ്ത് കൊടുക്കുക. 7 തൊട്ട് 22 വരെ ഏദോമിനെ കുറിച്ചുള്ള അരുളപ്പാട്. കണ്ടോ, ദൈവം ഏദോമിനെ കുറിച്ച് പറയുകയാണ്. താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 10-ാം വാക്യം. എന്നാൽ ഏശാവിനെ ഞാൻ നഗ്നമാക്കി അവന്റെ ഗൂഢസ്ഥലങ്ങളെ അനാവൃതമാക്കിയിരിക്കുന്നു. അവന് ഒളിച്ചുകൊള്ളുവാൻ കഴിയുകയില്ല. അവന്റെ സന്തതിയും സഹോദരന്മാരും അയൽക്കാരും നശിച്ചുപോയി, അവനും ഇല്ലാതെയായിരിക്കുന്നു. ഇത് നമ്മൾ പറയുമ്പോൾ
അതിന്റെ 14-ാം വാക്യം കണ്ടോ? ഈ ഏദോമ്യര് ചെയ്യുന്നു, നിങ്ങൾ ഒരുമിച്ച് കൂടി അവന്റെ നേരെ ചെല്ലുവിൻ, യുദ്ധത്തിനായി എഴുന്നേൽപ്പിൻ എന്നിങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ദൂതനെ ജാതിയുടെ അടുക്കളയിലേക്ക് അയച്ചിരിക്കുന്നു എന്നൊരു വർത്തമാനം ഞാൻ യഹോവയിൽ നിന്ന് കേട്ടു. ഇത് ഒരു എന്താ പറയേണ്ടത്, ഡിപ്ലോമാറ്റിക് വർക്കാണ്, അല്ലെങ്കിൽ മീഡിയ വർക്കാണ്. ഒരു ദൂതൻ കടന്നുപോയി ജനങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ നേരെ യുദ്ധത്തിനായിട്ട്. അൻ അംബാസഡർ എന്ന് ചില ഭാഷാന്തരത്തിൽ പറയുന്നുണ്ട്. ഇതേ കാര്യം ഒബദ്യാവും പറയുന്നുണ്ട്. ദൈവം അത് കേട്ടു എന്നുള്ളത് രേഖപ്പെടുത്തുകയാണ്. പിന്നീട് ഇത് കൂടാതെ ഈ ഏദോമിനെ സഹായിക്കുന്നവരെ കുറിച്ചും പ്രവചനമുണ്ട്. പലസ്തീനികളെ ഹെൽപ്പ് ചെയ്യുന്നവരെ കുറിച്ചും നമുക്ക് ഒരു ഭാഗമോ ഒന്നോ രണ്ടോ ഭാഗം നോക്കാം. എസെക്കിയേൽ 28 നോക്കിയാട്ടെ. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം, അതിന്റെ 20 തൊട്ടുള്ള വാക്യം, 28-ന്റെ 20 തൊട്ടുള്ള വാക്യം. അന്ന് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, മനുഷ്യപുത്ര, നീ സീദോനെ കുറിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് പറയണം. സീദോനെ കുറിച്ചായി പറയുന്നത്. ഏതാണ് ഈ സീദോൻ? സോരും സീദോനും ലെബനോനാണ്. ലെബനോൻ സോരും സീദോനും ലെബനോനാണ്. അവിടെ സിറിയൻസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കീഴിലാണ് ആ ഭരണമൊക്കെ അവിടെ നടക്കുന്നത്, നമുക്കറിയാം. അവിടെ വീണ്ടും 22-ാം വാക്യം, ഞാൻ ന്യായവിധി നടത്തും, ഞാൻ യഹോവയെന്ന് അവർ അറിയും. അത് മഹോപദ്രവ കാലഘട്ടത്തിൽ കർത്താവ് വന്ന് ന്യായവിധി നടത്തുമ്പോഴാണ് ഇവരും അറിയുന്നത്. അതിന്റെ 25-ാം വാക്യത്തിന്റെ അവസാനം നോക്കിയേ. 25-ന്റെ അവസാനം, അല്ലെങ്കിൽ 25 തൊട്ട് വാക്യം. യഹോവ കർത്താവ് ഇപ്രകാരം, ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് ജാതികൾ കാണുക എന്നെ തന്നെ അവർ വിശദീകരിക്കും. ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും, അവർ അതിൽ നിർഭയമായി വസിക്കും. അതെ, അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും. അടുത്ത ഭാഗം നോക്കി, അവരുടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധി നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവയെന്ന് അവർ അറിയും. ഈ വാക്കുകൾ കണ്ടോ? ഇസ്രായേലിനെ മടക്കി കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുമ്പോൾ, അവർ വീടുകൾ വെച്ച് താമസിക്കുമ്പോൾ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ. ഇന്ന് നോക്കിക്കേ, ഏദോമിനെ സഹായിക്കുന്നത് ആരാണ്? ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളാണ്. നമുക്കിവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നം ഏദോമ്യര് പെർപ്പച്വൽ ഹേറ്റഡ്നെസ്, ആ പുരാതന വൈരാഗ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ വാളിനെ ഏൽപ്പിക്കുക മാത്രമല്ല, അവരുടെ ചുറ്റും കിടക്കുന്നവരെ ഹെൽപ്പ് ചെയ്യും. ദൈവം ന്യായവിധി നടത്തും. ഏദോമ്യരും ചുറ്റുമുള്ളവരും ഗ്രഹിക്കാൻ പോവുകയാണ് ഇസ്രായേലിന്റെ ദൈവം ദൈവമാണെന്നും അവരെ പാർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവർക്ക് വരുമ്പോൾ യഹോവയെന്ന് അവർ അറിയും. അത് നടക്കാൻ പോവുകയാണ്. പിന്നീട് നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ് നമുക്കൊന്ന് നോക്കാം. യെശയ്യാവ് 63 എടുത്താട്ടെ. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പ്രവചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വരുന്നു. കർത്താവ് എവിടുന്നാ മടങ്ങി വരുന്നത്? 1-ാം വാക്യം നോക്കിയേ. യെശയ്യാവ് 63-ന്റെ 1-ാം വാക്യം. എന്റെ സഹോദരന്മാരെ, ഇത് കർത്താവിന്റെ മടങ്ങിവരവാണ്. ഏദോമിൽ നിന്ന്, കണ്ടോ, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഇവൻ ആരാണ്? പ്രവാചകൻ ചോദിക്കുകയാണ്, ആരാണ് ഇവൻ ഈ ഏദോമിൽ നിന്ന് വരുന്നത്? എന്നിട്ട് താഴോട്ട് വായിക്കുന്നു, അവന്റെ വസ്ത്രമെല്ലാം ചുവന്നിരിക്കുകയാണ്. ഇതിന് മറുപടി പറയുന്നത് നോക്കിയേ. 3-ാം വാക്യം, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. നാം ഇപ്പം കണ്ടു, നമ്മളിപ്പം ചിന്തിച്ചതേ ഉള്ളൂ, യഹോവ പ്രതികാരം ചെയ്യും. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ പലരും, ക്ഷമിക്കണേ, ഒരു കാര്യം ഒന്ന് കറക്റ്റ് ചെയ്യിച്ചോട്ടെ. 3-ാം വാക്യം ഇത് ആരാധനയ്ക്കൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി എന്ന് പറയുന്നത് ഗെഥസമനയിലെ അനുഭവമാണ്. അല്ല, കർത്താവ് ഗെഥസമന അനുഭവത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിനായിട്ട് യേശുക്രിസ്തുവിനെ എപ്പോഴെങ്കിലും കാണുന്നെങ്കിൽ അത് ഇസ്രായേലിന്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതാണ്.
ഇസ്രായേലിന്റെ ശത്രുക്കൾ അനുഗ്രഹിക്കുന്നത്. ഇത് ഗതശമനയുടെ അനുഭവം അല്ല. ഈ ഇവിടെ വച്ച് ഇവരെ പ്രതികാരം നടത്തുമ്പോൾ, അവരെ തകർക്കുമ്പോൾ പ്രവാചകൻ കാണുകയാണ് അവന്റെ രക്തം ഉടുപ്പ് കൊണ്ട് മലിനപ്പെടുന്നത്, ചുവന്നുപോയി. 4-ാം വാക്യം നോക്കി, ഞാനൊരു പ്രതികാര ദിവസം കരുതി. 5-ാം വാക്യം, ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു, ഞാൻ വിസ്മയിച്ചു നോക്കി എങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതിന്റെ അവസാനം, ഞാൻ എന്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ തകർത്തു, അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. 8-ാം വാക്യം, അവർ എന്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. കർത്താവിന്റെ മടങ്ങിവരവിൽ അവൻ അവരുടെ രക്ഷകനാണ്. ഒരു ഭാഗം കൂടെ 4-ാം വാക്യത്തിന്റെ അവസാനം, എന്റെ വിമുക്തന്മാരുടെ സംരക്ഷണം. ആ വാക്യത്തിന് പ്രാധാന്യതയുണ്ട്. നമ്മൾ കണ്ടു യേശുക്രിസ്തു രക്ഷകനായി തീരുന്നു ഇസ്രായേലിന്റെ. എപ്പോഴാണെന്നറിയാമോ? ഈ ഒറ്റ വാക്ക് മതി, എന്റെ വിമുക്തന്മാർ, ദ ഇയർ ഓഫ് മൈ റിഡീംഡ്. ഇസ്രായേലിന് കൊടുത്ത പ്രമാണത്തിൽ വീണ്ടെടുക്കുന്ന പ്രമാണം പഠിച്ചാൽ, ഒരു യഹൂദൻ ദരിദ്രനായി അവന്റെ വസ്തു വിറ്റു, കടം തീർന്നില്ല, അവന് തന്നെത്താൻ വിറ്റ് ഒരു അടിമയാകാൻ പോവുകയാണ്. ഒരു യഹൂദൻ തന്നെത്താൻ വിറ്റ് വസ്തുവൊക്കെ വിറ്റു, വസ്തുവൊക്കെ കൊണ്ടുപോയി. അവസാനം അവൻ തന്നെത്താൻ വിറ്റൊരു അടിമയാകാൻ പോകുമ്പോൾ അവന്റെ സഹോദരന് വന്ന് അവനെ വീണ്ടെടുക്കാം, അവന്റെ അടുത്ത ബന്ധുവിന് അവനെ വീണ്ടെടുക്കാം. അതാണ് വീണ്ടെടുപ്പിന്റെ പ്രമാണം. ഇവിടെ നമ്മൾ ഓർക്കണം, യഹൂദനെ തകർത്ത് 2/3 കൊന്ന് അവന്റെ ശേഷിപ്പുള്ളവനെ ഇല്ലാതാക്കാൻ തുടങ്ങുമ്പോൾ കർത്താവേകനായി അവരുടെ രക്ഷകനായി മാറും. അവന്റെ വിമുക്തന്മാരുടെ സംവത്സരം, കർത്താവിന്റെ ചോര അവരോട് ബന്ധമുള്ളതാണ്. യേശുക്രിസ്തുവരുടെ രക്ഷകനായി കടന്നു വന്ന് അവരെ റിഡീം ചെയ്യും. ഇത് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നടക്കും. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ഈഡോം എന്ന് പറഞ്ഞാൽ പലസ്തീനികളാണ്. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിൽ ഈ സംഭവം നടക്കുന്നു. ഇനിയും വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു കാര്യം ഉപദേയ പ്രവചനത്തിൽ നിന്ന് എടുക്കുകയാണ്. ഉപദേയ പ്രവചനം ഇത് അധികമൊന്നും ആരും എടുക്കാത്തൊരു ഭാഗമാണ്. ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു ഭാഗമാണ്. ഉപദേയ പ്രവചനം എന്ന് എടുത്താട്ടെ, പഴയ നിയമത്തിൽ 873-ാമത്തെ പ്രവചനം. ഈ ഉപദേയ പ്രവചനം മുഴുവൻ ഏദോമിനെ കുറിച്ചുള്ള പ്രവചനം, മുഴുവൻ ഏദോമിനെ കുറിച്ചാണ്. ഉപദേയാവിന്റെ ദർശനം യഹോവയായ കർത്താവ് ഏദോമിനെ കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്തു. കണ്ടോ, ഏദോമിനെ കുറിച്ചുള്ള പ്രവചനമാണ് ഈ ഉപദേയാവ് മുഴുവൻ പറയുന്നത്. ഇതിന് ഭാഗികമായൊരു നിവൃത്തി ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഇതിന്റെ പൂർണ്ണമായി നിവൃത്തി വന്നിട്ടില്ല. അതെങ്ങനെ പറയാൻ കഴിയും? ഇത് പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ നടക്കണം. ഒന്ന്, 15-ാം വാക്യം നോക്കിയേ. ഈ ഉപദേയ പ്രവചനം 15-ാമത്തെ വാക്യം, സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. ഡേ ഓഫ് ദ ലോർഡ്. പ്രവചനം പഠിക്കുന്ന ആർക്കും അറിയാം, ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് ഉൽപ്രാവണവും അതോട് ചേർന്ന് നടക്കേണ്ട കാര്യങ്ങളുമാണ്. യഹോവയുടെ ദിവസം, നാളെ. 2, ഈ പ്രവചനം നിവർത്തിച്ചു കഴിയുമ്പോൾ 21-ാം വാക്യം നോക്കിയേ. യേശാവിന്റെ പർവ്വതത്തെ ന്യായം വിധിക്കുകയാണ്. രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും. രാജ്യത്വം യഹോവയ്ക്കാകും. രാജ്യത്വം യഹോവയ്ക്കാകും. The kingdom will be the Lord's. ദൈവം രാജാവായി തീരുന്നു. അല്ലെങ്കിൽ അവന്റെ 1000 ആണ്ട് വാഴ്ചയുടെ കാര്യമാണ്. അതൊന്നും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങൾ. സകലജാതികൾക്കും യഹോവയുടെ നാൾ വരണം, അത് വന്നിട്ടില്ല. 2, രാജ്യത്വം യഹോവയ്ക്കായി തീരും. അത് കർത്താവിന്റെ മടങ്ങിവരവിൽ 1000 ആണ്ട് വാഴ്ചയാണ് അവൻ രാജാവായി തീരുന്നത്. ഇത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രവചനങ്ങൾ നമ്മൾ ഓർക്കണം, യേശാവിനോടുള്ള ബന്ധത്തിൽ, ഏദോമിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ മടങ്ങിവരവ് നമ്മൾ കണ്ടു. കർത്താവിന്റെ വരവ് യെശയ്യാവ് 63-ലും ഒക്കെ കണ്ടു. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇസ്രായേൽ മക്കൾ, ശേഷിക്കുന്ന യഹൂദന്മാർ ചില സ്ഥലങ്ങൾ പിടിച്ചെടുക്കും. എവിടെമാന്ന് നോക്കിക്കട്ടെ, ഇനിയൊന്ന് നോക്കിക്കട്ടെ. അതിന്റെ 17-ാമത്തെ വാക്യം, എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണം ഉണ്ടാകും.
രക്ഷിത ഗണമെന്ന് പറയുന്നത് അതായത് ഒരു 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 ശേഷിപ്പുണ്ടാകും. അവര് എന്താ? അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. കേട്ടോ, ദ ഹൗസ് ഓഫ് ജേക്കബ് ഷാൽ പൊസസ് ദെയർ പൊസഷൻ. അവരുടെ അവകാശങ്ങൾ അവർ കൈവശപ്പെടുത്തും. ശേഷിച്ചിരിക്കുന്ന യഹൂദൻ, അവനിൽ വലിയൊരു സംഘം മരിക്കും, പക്ഷെ ശേഷിച്ചിരിക്കുന്നവര് അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കും. ഇനിയത്തെ കാര്യം നോക്കണം. 18-ാം വാക്യം. അന്ന് യാക്കോബ് ഗൃഹം തീയും യോസേഫ് ഗൃഹം ജ്വാലയും ഏശാവ് ഗൃഹം താളടിയുമായിരിക്കും. കണ്ടോ? അത് ഇസ്രയേൽ എങ്ങനെയായിരിക്കും? യാക്കോബ് ഫയറും യോസേഫ് ഫ്ലെയിമും ആയിരിക്കും. അത് എവിടെയാ? ഏശാവിന്റെ ഗൃഹം എന്തോ ആയിരിക്കും? താളടി ആയിരിക്കും. അതിനെ കത്തിച്ചു കളയും. ഇവിടെ വായിച്ചേ, അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. ഏശാവ് ഗൃഹത്തിൽ ശേഷിപ്പ് ഉണ്ടാകുകയില്ല. നമുക്ക് എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, ഇസ്രയേൽ ടോട്ടൽ അനിഹിലേഷനോ പരാജയത്തിനോ സമ്മതിക്കത്തില്ല. ഇസ്രയേലിനെ ലോകരാജ്യങ്ങൾ വന്ന് കൊന്നൊടുക്കും, പക്ഷെ അവർ പൂർണ്ണമായി ചത്തൊടുങ്ങാൻ അനുവദിക്കില്ല. കാരണം അവരൊരു ന്യൂക്ലിയർ രാഷ്ട്രമാണ്. അവരുടെ അനിഹിലേഷൻ വരികയാണെങ്കിൽ അവർ ന്യൂക്ലിയർ ആയുധം 100% ഉപയോഗിക്കും. അതിന്റെ തെളിവാണ് 73-ലെ യോം കിപ്പർ യുദ്ധം. മിസസ് ഗോൾഡ മേയർ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ആ യോം കിപ്പർ യുദ്ധത്തിന്റെ ആരംഭത്തിൽ ഇസ്രയേൽ പരാജയം ഏറ്റുവാങ്ങിയ സമയം 13 ന്യൂക്ലിയർ ആയുധങ്ങൾ അവർ അസംബിൾ ചെയ്തതാണ്. കാരണം അവരെ ഇല്ലായ്മ ചെയ്യും ലോകരാജ്യങ്ങൾ. ഈ ഏതാണ്ട് 2/3 അവരെ നശിപ്പിക്കുമ്പോൾ ഇനിയും അവർ ഒരുപക്ഷെ ന്യൂക്ലിയർ ആയുധം എടുത്ത് ഉപയോഗിക്കും. ലാസ്റ്റ് റിസോഴ്സ്. ആ ന്യൂക്ലിയർ ആയുധമായിരിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവരെ കത്തിച്ചു കളയും. അവിടെ ആരും ശേഷിക്കത്തില്ല. കത്തിച്ചു കളയും. അവരിൽ ആരും ശേഷിക്കില്ലെന്നൊക്കെ പറയുന്നത് ആ പുരാതന കാലത്ത് ഒബദ്യാവ് പ്രവചിച്ചപ്പോൾ ഇന്നത്തെ ആ യുദ്ധത്തോടുള്ള ബന്ധത്തിലായിരിക്കണം ആ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ശേഷം നമ്മൾ കാണുന്ന നോക്കിയാട്ടെ. അടുത്ത നോക്കിക്കോണം. അടുത്തതാണ് നമ്മുടെ വിഷയം. ഏഡോം പലസ്തീൻ ആണെന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇത് ആരും അധികം പറയാത്തൊരു ഭാഗമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ബൈബിള് നോക്കണം. ഈ ബൈബിളിൽ ചില സ്ഥലങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് പറയുന്നുണ്ട്. 19-ാം വാക്യം നോക്കി. തെക്കേ ദേശക്കാർ ഏശാവിന്റെ പർവ്വതവും താഴ്വീതിലുള്ളവർ ഫെലിസ്ത്യ ദേശവും കൈവശപ്പെടുത്തും. അവർ എഫ്രായിം പ്രദേശവും ശമരിയ പ്രദേശവും കൈവശപ്പെടുത്തും. ബെന്യാമീനോ ഗിലെയാദിനെ കൈവശമാക്കും. ഈ കോട്ടകളിൽ നിന്ന് പ്രവാസികളായി പോയ ഇസ്രായേൽ മക്കൾ സാരഫത്ത് വരെ കനാന്യർ, സാരഫത്തും യെരുശലേം പ്രവാസികൾ തെക്കേ ദേശവും പട്ടണങ്ങളും കൈവശപ്പെടുത്തും. ദൈവം എന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്ഥലം പറഞ്ഞത്? അത് ചുമ്മാ അങ്ങ് പറഞ്ഞതാണോ? ദൈവം നമ്മളെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഇത് നമ്മുടെ കണ്ണു തുറക്കേണ്ടതാണ്. എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം ഈ സ്ഥലങ്ങൾ ഏതാണെന്നൊന്ന് പറഞ്ഞിട്ടാട്ടെ ബാക്കി പറയുന്നത്. 19-ാം വാക്യം. ഏശാവിന്റെ പർവ്വതം, നമ്മൾ അതാ ചിന്തിച്ചുകൊണ്ടിരുന്നത്, മൗണ്ടൻ ഓഫ് ഏശോ. അതാണ് ജോർദാന്റെ തെക്ക് ഭാഗം, സദേൺ പാർട്ട് ഓഫ് ജോർഡൻ. നമ്മൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് അതാ പഠിച്ചുകൊണ്ടിരുന്നത്. ഏദോമ്യർ എന്ന് പറഞ്ഞാൽ സയീർ പർവ്വതം, ഏശാവിന്റെ പർവ്വതം. 2, ഫെലിസ്ത്യ ദേശം. നമ്മൾ അതും ചിന്തിച്ചു. ഫെലിസ്ത്യ ദേശം ഇന്ന് ആരാ ഭരിക്കുന്നത്? ആരാ താമസിക്കുന്നത്? ഗാസ. ഗാസ. 3 മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എഫ്രൈം പ്രദേശവും ശമരിയ പ്രദേശവും. എബ്രാഹിം ശമരിയ എവിടമാണ്? വെസ്റ്റ് ബാങ്കാണ്. ശമരിയ നമ്മൾ കണ്ടു, അതിന്റെ ചേർന്നുള്ളതാണ് എഫ്രൈം. എബ്രാഹിം ശമരിയ എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കാണ്. 4 ഗിലെയാദ് എന്ന് പറയുന്നത്. ഗിലെയാദ് എവിടാ? ഗിലെയാദ് നമ്മൾ ബൈബിളിൽ ഒരുപാട് വായിക്കുന്നുണ്ട്. ഗിലെയാദിലെ സുഗന്ധ പശയെ കുറിച്ചൊക്കെ. അത് ജോർദാന്റെ വടക്ക് ഭാഗമാണ്. യോർദാൻ എന്ന് പറയുന്ന ഈ ഏദോമ്യരുടെ വടക്ക് ഭാഗമാണ് ഈ ഗിലെയാദ് എന്ന് പറയുന്ന സ്ഥലം. ഇനി ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. 5-ാമത് സാരഫത്ത്. ഇസ്രായേൽ മക്കൾ സാരഫത്ത് 20-ാം വാക്യത്തിൽ സാരഫത്ത് കൈവശപ്പെടുത്തും.
സാരഫത്ത് എന്ന് പറയുന്ന ഏതാണ്? സദേൺ ലെബനോൻ, ലെബനോന്റെ തെക്ക് ഭാഗമാണ് സാരഫത്ത്. സാരഫത്തിലെ വിധവ എന്നൊക്കെ പറയുന്നത് അവിടെ ഉള്ളതാണ്. പിന്നീട് തെക്കേ ദേശം, യെരുശലേം വാസികൾ തെക്കേ ദേശം പട്ടണങ്ങൾ കൈവശപ്പെടുത്തും. ഈ തെക്കേ ദേശം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ തെക്കെന്ന് പറയുന്നത് നെഗവ് മരുഭൂമിയാണ്. ഇനിയും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ നെഗവ് മരുഭൂമി ഒഴിച്ച് ബാക്കി പേര് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം every place that is mentioned here, predominantly who is dwelling, it is Palestinians. ലോകത്തിൽ മറ്റൊരിടത്തും പലസ്തീനികളില്ല. ഈ പേര് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പലസ്തീനികൾ പ്രീഡോമിനന്റ് ആയിട്ട് പാർക്കുന്ന പ്രദേശമാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കി. യോർദാന്റെ തെക്ക് ഭാഗത്ത്, ഗാസയുടെ പ്രദേശത്ത്, വെസ്റ്റ് ബാങ്കില്, പിന്നെ അതുപോലെ ഇസ്രയേലിൻ ജോർദാന്റെ വടക്കേ ഭാഗത്ത്, ലെബനോന്റെ തെക്ക് ഭാഗം, ഇവിടെ എല്ലാം പാർക്കുന്നത് ഈ പലസ്തീനികളാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇസ്രയേൽ ക്യാപ്ചർ ചെയ്യുന്നത്, ഈ സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ അത് പലസ്തീനികളാണ് പ്രീഡോമിനന്റ്ലി അവിടെ ഉള്ളത്. മാത്രമല്ല ഇത് നടക്കുന്നത് നമ്മുടെ കർത്താവിന്റെ 2ാം വരവിലാണ്. നമ്മളത് കണ്ടു 15ാം വാക്യത്തില്, സകല ജാതികൾക്കും യഹോവയുടെ നാൾ, ഡേ ഓഫ് ദ ലോർഡ്. അത് ഉൽപ്രാപണം കഴിഞ്ഞ് ബാക്കിയുള്ള തുടങ്ങുന്ന സമയമാണ് ഡേ ഓഫ് ദ ലോർഡ്. പിന്നീട് ഇത് നടന്നു കഴിയുമ്പോൾ 21ാം വാക്യത്തിന്റെ അവസാനം രാജ്യത്വം യഹോവയ്ക്കുള്ളതാണ്. ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, ഈ പ്രദേശങ്ങൾ പേര് പറഞ്ഞതും നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് രാജാവായി യെരുശലേമിൽ വരുന്നതിന് മുമ്പ് ഏദോമ്യരെ നിഗ്രഹിക്കുന്നു ഏകനായി അവരെ നശിപ്പിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, നിത്യമായി വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. ജോർദാനിലെ 60%, more than 60% പോപ്പുലേഷൻ ആർ പലസ്തീനിയൻസ്. ഈ പറഞ്ഞിരിക്കുന്ന തെളിവുകളെല്ലാം വെച്ച് we can come to a conclusion. എഡോമ്യരുടെ ഇത്രയും പ്രവചനം പറഞ്ഞിരിക്കുന്നുണ്ട്. മാത്രമല്ല അവർ നിത്യവൈരാഗ്യം വെച്ച് തുടരുന്നത് കൊണ്ടും, യേശുക്രിസ്തു വന്ന് ആദ്യം നിഗ്രഹിക്കുന്ന ഏദോമ്യരെ ആയതുകൊണ്ടും, യഹൂദന്മാർ പിടിച്ചെടുക്കാൻ പോകുന്ന സ്ഥലങ്ങൾ ഏദോമ്യരുടേതായതുകൊണ്ടും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഏഡോമ്യർ എന്ന് പറയുന്നത് പലസ്തീനികളാണ്. അതിന്റെ ഇഷ്യൂ ആണ് വെസ്റ്റ് ബാങ്ക് അല്ലെങ്കിൽ ഇസ്രയേൽ പർവ്വതങ്ങൾ. ഇത് ഭൂരിഭാഗം ആളുകളും, ബൈബിൾ കൊണ്ടുനടക്കുന്ന ഭൂരിഭാഗം ആളുകളും ഇത് ഗ്രഹിക്കുന്നില്ല. ഈ എസെക്കിയേൽ 35:1 തൊട്ട് 36:15 വരെ പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിന്റെ പൊളിറ്റിക്കൽ പ്രോബ്ലമാണ്, ആധുനിക പ്രോബ്ലമാണ്. എന്തൊരു വണ്ടർഫുൾ പ്രവചനമാണ്. ഞാൻ ഇരുന്ന് ഈ 36-ാം അധ്യായത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങൾ അപഗ്രഥിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിൽ. എനിക്ക് ആ ഭാഗങ്ങളിലേക്ക് എടുക്കാനായിട്ട് നിവൃത്തിയില്ല. 35-ന്റെ 6-7 വാക്യം നമുക്കൊന്ന് നോക്കാം. 35-ന്റെ 6-7 വാക്യം. അതുകൊണ്ട് എന്താണ്, ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും. അതേ, രക്തം നീ വെറുത്തിരിക്കുന്നു, രക്തം നിന്നെ പിന്തുടരുന്ന യഹോവയുടെ കർത്താവിന്റെ അരുളപ്പാട്. അങ്ങനെ ഞാൻ സെയീർ പർവ്വതത്തെ പാഴ്ശൂന്യമാക്കി ഗതാഗതം ചെയ്യുന്നവരെ അതിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാനതിൽ മലകളെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും. നിന്റെ കുന്നുകളും താഴ്വരയിലും നിന്റെ സകല നദികളിലും വാളാൽ നിഹതന്മാരെ വീഴും. ഞാൻ നിന്നെ ശാശ്വത ശൂന്യങ്ങളാക്കും. അത് അതിൻ്റെ 6-ാം വാക്യത്തില് നമ്മൾ പറഞ്ഞു, അതേ, രക്തം നീ വെറുത്തിരിക്കുന്നു എന്നുള്ളത് മലയാളത്തിൽ തെറ്റാണ് ഭാഷാന്തരം. ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. I will prepare you for blood, and blood shall pursue you, since you have not hated blood, therefore blood shall pursue you. You have not hated blood. ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർത്തു, ഞാൻ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ കണ്ട ചില ചിത്രങ്ങൾ എൻ്റെ മനസ്സിലോട്ട് വന്നു. യഹൂദനെ കമത്തി കിടത്തി കാലെടുത്ത് മുട്ടുകൊണ്ട് അവന്റെ പുറത്ത് പിടിച്ച്
തലമുടി ഇങ്ങനെ പിടിച്ച് മുകളിലോട്ട് പിടിച്ചിട്ട് കോഴിയെ കണ്ടിക്കുന്ന പോലെ ഇങ്ങനെ കഴുത്ത് അറക്കുക. ഈ അറത്തിട്ട് ഇന്നും ആ ചിത്രം എന്റെ മനസ്സിൽ മാഞ്ഞിട്ടില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഈ കഴുത്ത് ഇങ്ങനെ കണ്ടിച്ച് ആ തലയെടുത്ത് ഇങ്ങനെ പുറത്തു യഹൂദന്റെ. നിങ്ങൾ ചിലർ കണ്ടു കാണുന്നത്. ദൈവം പറഞ്ഞു കണ്ടോ, യു ഹാവ് നോട്ട് ഹേറ്റഡ് ബ്ലഡ്, യു ഹാവ് പെർസ്യൂഡ് ബ്ലഡ്. ആ 6-ാം വാക്യത്തിൽ 4 പ്രാവശ്യം ബ്ലഡ് എന്നുള്ള വാക്കെടുത്ത് പറയുന്നുണ്ട്. ചോര പിന്തുടരുകയാണ്, ചോര കളിയാണ്, ചോര നീ വെറുത്തില്ല. ചോര നമ്മൾ കണ്ടു, കോഴിയെ കൊല്ലുന്ന പോലെ കഴുത്തിനിങ്ങനെ തലമുടിക്ക് പിടിച്ചിട്ട് കഴുത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കനത്തെടുത്തിട്ട് ആ തല ഈ ദേഹത്തിന്റെ പുറത്തോട്ട് വെക്കും. മാനുഷികമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, സാധാരണ ചെയ്യുന്ന കാര്യമല്ല. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ ചോരയിൽ ആ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ആളി പടർന്ന് കത്തുന്ന വൈരാഗ്യമാണ്. ആ വൈരാഗ്യം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ദൈവം എടുത്തു പറഞ്ഞു, സിൻസ് യു ഹാവ് നോട്ട് ഹേറ്റഡ് ബ്ലഡ്, നീ ചോര വെറുത്തില്ല, നീ ചോര ഇഷ്ടപ്പെടുകയായിരുന്നു, നീ അവരെ വാളിനേൽപ്പിക്കുകയായിരുന്നു, അതുകൊണ്ട് നിന്നെ ഞാൻ ശൂന്യമാക്കും. ബ്ലഡ് വിൽ പെർസ്യൂ യു. ചോര നിന്നെ പിന്തുടർന്ന് നിന്റെ നിഖിതന്മാരെ പർവ്വതങ്ങളിൽ വീഴിച്ച് ഒരുത്തനും ജീവനോടെ ശേഷിക്കാതെ ഞാൻ ആക്കി തീർക്കും. കർത്താവിന്റെ മടങ്ങിവരവിൽ നടക്കാൻ പോകുന്ന ഭയങ്കര സംഹാരം. ഞാൻ 36-ാം അധ്യായത്തിലോട്ട് എനിക്ക് എടുക്കാനായിട്ട് സമയമില്ല. ധൃതിയില്ലല്ലോ, നമുക്ക് അടുത്ത ആഴ്ച കൂടെ അത് ധ്യാനിക്കാം. എന്റെ സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ പൊളിറ്റിക്കൽ പ്രോബ്ലം, ഇസ്രായേൽ പലസ്തീനിയൻ പ്രോബ്ലം, 2600 വർഷം മുമ്പ് സ്വർഗത്തിലെ ദൈവം പ്രവാചകന്മാരിലൂടെ, പ്രത്യേകിച്ച് എസെക്കിയേലിലൂടെ പറഞ്ഞത് മറ്റു വേദഭാഗങ്ങളൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി ആ അവസാന ദിവസങ്ങളിലെ കാര്യങ്ങളാണ് ഈ കാണുന്നതെന്നുള്ളത് നമ്മളെ ബോധ്യമാക്കുമ്പോൾ ഇന്ന് കാണുന്ന സംഭവങ്ങൾ എത്ര വ്യക്തമാണെന്നുള്ളത് ഓർക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.